ജുമയുടെ ദിവസം പെരുന്നാൾ വന്നാൽ ജുമാ നിർബന്ധമല്ല, നിങ്ങളൊക്കെ പെരുന്നാൾ നിസ്കരിച്ചാൽ മതിയെന്ന്. ഒന്നാലോചിച്ച് നോക്കൂ, ആദ്യമായിട്ടാണോ വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വരാൻ പോകുന്നത്? ഇസ്ലാമിക ചരിത്രത്തിൽ എത്ര തവണ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുൻഗാമികൾ എന്ത് സ്വീകരിച്ചു നിലപാട്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇങ്ങോട്ട് എത്ര കാലം ഷാഫി ഇമാമും നവവി ഇമാമും മാലിക് ഇമാമും ഒക്കെ ജീവിച്ചിരുന്നില്ലേ? വലിയ അറിയപ്പെട്ട ആലിമീങ്ങളോട് ഉണ്ടായിരുന്നില്ലേ? അവരൊക്കെ എന്ത് നിലപാട് സ്വീകരിച്ചു? അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് പുതുതായി ഗവേഷണം ചെയ്യാം. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആക്കേതാ പൂക്കേതാന്നറിയാത്ത കുറെ മൗലവിമാരും ആടേതാ പൂടേതാന്നറിയാത്ത കുറെ അനുയായികളും ഇപ്പൊ പറയാണ് ജുമാ തന്നെ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദജ്ജാലിന് വഴിയൊരുക്കലല്ലേ? ഉമ്മത്തിന്റെ ജുമാ നഷ്ടപ്പെടുത്തിയിട്ട് അതിലൂടെ ദജ്ജാലിന്റെ വരവിന് വഴിയൊരുക്കലല്ലേ ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കും പല വാദങ്ങളും വളരെ നിസ്സാരമാണ്, പക്ഷേ പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനങ്ങളെ മാന്താണ്. ഉള്ള നോമ്പ് നിസ്കാരം ഒക്കെ മാന്തിയന്റെ കൂട്ടത്തിൽ ഇനിയിപ്പം മോമിനിങ്ങളുടെ ഉള്ള ജുമ കൂടി മാന്തിക്കളയുന്ന ഒരവസ്ഥയിലേക്കാണ്. ഇങ്ങനെ എത്ര അപകടകരമായ സാഹചര്യം. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ മുൻഗാമികൾ ജീവിച്ച ആ ഒരു മാർഗം, നമ്മുടെ വാപ്പ വല്യുപ്പമാരൊക്കെ ജീവിച്ചൊരു മാർഗമുണ്ട്. അവരിൽ പലരും കെലിമ ചൊല്ലി മരിക്കുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ അതേ ആഗ്രഹിക്കുന്നുള്ളൂ, വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് ജീവിക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ മുൻഗാമികളുടെ വഴി വിട്ടാലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. മുൻഗാമികൾ ഇതിനെ എങ്ങനെ സ്വീകരിച്ചു? ഒരായത്ത്, ഒരു ഹദീസ്, ഇതിനെ മുൻഗാമികൾ എങ്ങനെ നോക്കിക്കണ്ടു? എന്താണ് അവരവിടെ പറഞ്ഞ നിയമം? അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറായാൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ മനോഹരമായ വഴി തുറന്നു കിടക്കും. അത് പറ്റൂല, ഇനി എൻ്റെ ഗവേഷണം, ഇനി എൻ്റെ അഭിപ്രായം. അങ്ങനെ വരുമ്പോഴാണ് ഈ മതനവീകരണ പ്രസ്ഥാനങ്ങൾ മുഴുവനും ജനങ്ങളുടെ ഈമാനും ദീനും ഇസ്ലാമും നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞത്. മുഅ്മിനീങ്ങളെ, ഈമാനോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആ മുൻഗാമികളുടെ വഴി അതിനെ പിന്തുടർന്ന് ജീവിക്കൂ. അതാണ് ഏറ്റവും ശരിയായ വഴി, ഏറ്റവും നല്ല വഴി. അള്ളാഹു നമുക്കത് പിന്തുടർന്ന് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.